നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഇരട്ട കൊലപാതകം. ഭർത്താവ് ഭാര്യയും അയൽവാസിയും കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഭാര്യയും സുഹൃത്തും തമ്മിൽ അവിഹിത ബന്ധമെന്ന സംശയം ഇതാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടത്. തന്റെ ഭാര്യയുടെ രഹസ്യ ഫോണിൽ കണ്ട ഒരു മെസ്സേജ് അതാണ് അക്ഷരാർത്ഥത്തിൽ ബൈജുവിനെ ഒരു കൊലയാളിയാക്കി മാറ്റിയത്. വൈഷ്ണയുടെ രഹസ്യ ഫോണിൽ നിന്നും കാമുകനായ വിഷ്ണുവിന് അയച്ച ചുംബന ഇമോജി കണ്ട ഭർത്താവായ ബൈജു അക്രമാസക്തനാകുകയായിരുന്നു. അതായിരുന്നു ഈ കൊലപാതകം നടത്താൻ പ്രേരിപ്പിച്ചതെന്നും പോലീസ് വ്യക്തമാക്കി. ഈ ചുംബന ഇമോജി, ഈ രഹസ്യ ഫോണിലെ ഈ കാഴ്ച കണ്ടതോടെ വാളുമായി വൈഷ്ണയുടെ പുറകെ പ്രതി ഓടി. വഴക്കായതിനെ തുടർന്ന് വാളുമായി ഇയാൾ ഓടിച്ചതിനെ തുടർന്ന് അയൽവക്കത്തെ കാമുകന്റെ വീട്ടിലേക്ക് വൈഷ്ണ ഓടിച്ചെന്ന് കയറി. കാമുകന്റെ മുന്നിലിട്ട് തന്നെ വൈഷ്ണയെ ബൈജു വെട്ടിക്കൊലപ്പെടുത്തി. പിന്നീട് കാമുകനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊന്നു എന്നാണ് പോലീസ് പറയുന്നത്. തന്റെ ഉറ്റ സുഹൃത്ത് തന്നെ ചതിച്ചതും പക വർദ്ധിപ്പിച്ചു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പത്തനംതിട്ട കലഞ്ഞൂർ പാടത്താണ് അതിക്രൂരമായ കൊലപാതകം ഉണ്ടായത്. വൈഷ്ണ, വിഷ്ണു എന്നിവരെയാണ് കൊലപ്പെടുത്തി. ഭാര്യ വൈഷ്ണയും സുഹൃത്ത് വിഷ്ണുവും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്ന് സംശയിച്ചാണ് ഭർത്താവ് ബൈജു കൊലപാതകം നടത്തിയതെന്നാണ് എഫ്ഐആറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വീട്ടുകാരുടെ എതിർപ്പുകൾ പോലും മറികടന്നായിരുന്നു വൈഷ്ണയെ ബൈജു വിവാഹം ചെയ്തത്. 2 മക്കളുമായി ഒറ്റമുറി വീട്ടിൽ താമസം. ബൈജു തടിപ്പണിക്ക് പോകുന്ന വ്യക്തിയായിരുന്നു. മാത്രമല്ല ഇവരുടെ പണി തീരാത്ത ഒരു വീട് പണി നടക്കുകയായിരുന്നു. അതിനിടെയാണ് ഭാര്യ വൈഷ്ണയും ഉറ്റ സുഹൃത്തായ വിഷ്ണുവും തമ്മിൽ അടുപ്പമുണ്ടെന്ന സംശയം ബൈജുവിനുണ്ടായത്. ഈ കൊല്ലപ്പെട്ട വിഷ്ണുവും വീട് പണിയുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ബൈജുവിന്റെ വീടിന് തൊട്ടടുത്ത് വാടകയ്ക്ക് താമസം തുടങ്ങിയത്. എല്ലാ സഹായവും നൽകിയതും ബൈജു തന്നെ. തടിപ്പണി കഴിഞ്ഞ് ഒരുമിച്ചായിരുന്നു ഇരുവരും വീടുകളിൽ എത്തിയത്. ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോഴായിരുന്നു വൈഷ്ണയുടെ കയ്യിലെ രഹസ്യ ഫോൺ ബൈജു കണ്ടെത്തിയത്. പിടിച്ചു വാങ്ങി പരിശോധിച്ചു. അതിൽ വിഷ്ണുവിനയച്ച വാട്സപ്പ് മെസ്സേജുകൾ, രഹസ്യ ചാറ്റുകൾ. പിന്നീട് ഇതിന്റെ പേരിൽ ഇരുവർക്കുമിടയിൽ തർക്കമുണ്ടാവുകയായിരുന്നു. ഈ വഴക്കൊടുവിൽ സംഘർഷത്തിലേക്ക് നയിക്കപ്പെടുകയും അടികെട്ടുമെന്ന് ഉറപ്പായതോടെ വൈഷ്ണ ഇറങ്ങി തൊട്ടടുത്തുള്ള വിഷ്ണുവിന്റെ വാടക വീട്ടിലേക്ക് ഓടിക്കയറുകയുമായിരുന്നു. 2 മക്കളെയും നോക്കണമെന്ന് അടുത്ത ബന്ധുക്കളെ ഫോൺ വിളിച്ചറിയിച്ച ബൈജു കയ്യിൽ കിട്ടിയ കൊടുവാളുമായി വൈഷ്ണയുടെ പിന്നാലെ ഓടുകയായിരുന്നു. വിഷ്ണുവിന്റെ വീട്ടുമുറ്റത്തിട്ട് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ബൈജു. ശബ്ദം കേട്ട് പുറത്തിറങ്ങി വന്ന വിഷ്ണുവിനെയും വെട്ടി. ഭാര്യയെയും കാമുകനെയും വെട്ടിനുറുക്കിയെന്ന് സുഹൃത്തുക്കളെ അപ്പോൾ തന്നെ ബൈജു ഫോണിലൂടെ അറിയിക്കുകയും ചെയ്തു. ഇവരാണ് പിന്നീട് ഈ കൊലപാതക വിവരം പോലീസിൽ അറിയിച്ചത്. സംഭവം അറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തിയതും ആയുധമടക്കം ബൈജു പോലീസിന് കൈമാറി കീഴടങ്ങുകയും ചെയ്തു. 10ഉം 6ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളാണ് ബൈജുവിനും വൈഷ്ണയ്ക്കും ഉള്ളത്. ഇവർ വീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അരും കൊലപാതകം നടന്നിരിക്കുന്നത്. കുടുംബ ബന്ധങ്ങളിലെ അസ്വാരസ്യങ്ങളാണ് ഇത്തരത്തിലേക്ക് ഒരു കൊടും ക്രൂരകൃത്യത്തിലേക്ക് എത്തിയതെന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. അക്ഷരാർത്ഥത്തിൽ ഇത്തരത്തിലൊരു കൊലപാതകം, അതായത് അമ്മ കൊല്ലപ്പെട്ടു, പിതാവ് ജയിലിലേക്ക്, അപ്പോൾ 2 കുട്ടികൾ അനാഥമാകുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. തിങ്കളാഴ്ച രാവിലെ തന്നെ, അതായത് കൊലപാതകം നടന്ന പിറ്റേ ദിവസം തന്നെ കുട്ടികളെ വൈഷ്ണയുടെ വീട്ടിലേക്ക് മാറ്റി. ഇവിടെ നിന്ന് പോകുമ്പോഴും കുട്ടികൾ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നും അച്ഛൻ എവിടെയെന്നും ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കുട്ടികളെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയാതെ ബന്ധുക്കൾ വല്ലാതെ കഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് പരിക്കേറ്റ ആശുപത്രിയിലാണെന്ന് മാത്രമാണ് ബന്ധുക്കൾ കുട്ടികളോട് പറഞ്ഞത്. ഞായറാഴ്ച രാത്രി മുതൽ വീട്ടിലേക്ക് ആളുകൾ എത്തുന്നുണ്ട്. ഇത് കുഞ്ഞുങ്ങൾ ഒന്നും അറിയാതെ അവരെ നോക്കി ചിരിക്കുന്നു. അവർക്കറിയില്ല എന്താ സംഭവിച്ചത്. അക്ഷരാർത്ഥത്തിൽ ഒരു നോവായി ആ കുട്ടികൾ മാറിയിരിക്കുകയാണ്. കുട്ടിക്കാലം മുതൽ പാടം പ്രദേശത്ത് ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ് വിഷ്ണുവും ബൈജും എന്നാണ് പരിചയക്കാർ പറയുന്നത്. മരമുറിക്കൽ ഉൾപ്പെടെയുള്ള ജോലിക്ക് പോകുന്നതും ഇരുവരും ഒരുമിച്ച്. കൊലപാതകത്തിന് അരമണിക്കൂർ മുൻപ് വരെ ഒരുമിച്ച് കാര്യം പറഞ്ഞിരുന്നവർ. ഇത് തന്നെയാണ് ബൈജുവും വൈഷ്ണയും തമ്മിൽ ഉണ്ടായിരുന്നത്. സ്കൂൾ തലം മുതൽ സ്നേഹിച്ചൊപ്പം ചേർന്നതാണ്. ഇതിനുശേഷമാണ് 10 വർഷം മുൻപ് ബൈജുവിനൊപ്പം വൈഷ്ണ ഇറങ്ങി വന്നത്. വിവാഹിതരായി. ഇത്തരത്തിലുള്ള സൗഹൃദവും പ്രണയവും വിവാഹവുമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കൊലപാതകത്തിൽ കലാശിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.